ഇഷ്യൂസ് കൂടി. അതുപോലെ ഇന്ന് വൈകുന്നേരം നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ എറണാകുളത്തും അതുപോലെ തന്നെ പരിസര പ്രദേശങ്ങളിൽ മഴയുണ്ടായിട്ട് കൂടി ഒരുപാട് പ്രേക്ഷകർ സിനിമയെ സ്നേഹിച്ചു അല്ലെങ്കിൽ ഈ സിനിമ കാണാൻ വേണ്ടി ഒരുപാട് പേര് വരുന്നുണ്ട്. അപ്പോൾ കാണുന്നതിനും അല്ലാതെ ഒരുപാട് നിറഞ്ഞ സദസ്സുകൾ സിനിമ കൊടുക്കുമ്പോൾ കിട്ടുമ്പോൾ ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ബാക്കി ഞങ്ങളുടെ നായകനായ ഞാൻ തന്നെ പറയാം. ഒന്നുമില്ല, പ്രത്യേകിച്ചൊന്നുമില്ല. അത് നമ്മൾ നിങ്ങളുടെ കൂടെ ഒരു സക്സസ് സെലിബ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്നലത്തെ ഒരു ദിവസം കൂടെ കഴിയട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നലെ നമുക്ക് എനിക്ക് തോന്നുന്നു അത്യാവശ്യം മഴ, കോവിഡ് തിരിച്ചു വരുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ തിരിച്ചു വരികയാണ്. ആദ്യമായിട്ടൊരു ഇതുപോലത്തെ സ്ഥാനം വരുമ്പോൾ പലതും വരുമല്ലോ. അപ്പോൾ അങ്ങനെ വിജയവും തിരിച്ചു വരുന്നു. അപ്പോൾ ആ സന്തോഷം പങ്കിടാനാണ് നമ്മൾ ഇന്നൊരു ചെറിയ കേക്ക് കട്ടിങ് പരിപാടിയൊക്കെ വെച്ചത്. അപ്പം ഇങ്ങനൊരു സിനിമ സ്വാഭാവികമായിട്ടും മലയാള സിനിമ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് കടന്നു പോകുന്ന ഒരു ക്രൈസിസ് എല്ലാവർക്കും അറിയാമല്ലോ. കാരണം തിയേറ്ററിലേക്ക് ആളുകൾ വരുന്നില്ല, അല്ലെങ്കിൽ തിയേറ്ററിലേക്ക് സിനിമയുടെ നമ്പർ ഓഫ് സക്സസ് റേറ്റ് വളരെയധികം കുറഞ്ഞു വരുന്നൊരു കാലത്ത് ഒരു സിനിമ വിജയിക്കുക എന്ന് പറയുന്നത് വളരെ ഇൻഡസ്ട്രി മുന്നോട്ട് നിലനിന്ന് പോകാനും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം കഴിഞ്ഞ ദിവസം നമ്മുടെ കൂടെ ഇറങ്ങിയ ബാക്കിയുള്ള സിനിമകളൊക്കെ തന്നെ നന്നായി ഓടുന്നു അറിയുമ്പോൾ ഒരുപാട് സന്തോഷം. അപ്പോൾ ഇങ്ങനെ മഴയും ഇത്തരം പ്രതിസന്ധികൾക്കിടയിലും ആൾക്കാർ തിയേറ്ററിലേക്ക് വരുന്നുണ്ട് എന്ന് അറിയുമ്പോൾ, കാരണം നമ്മളതിൻ്റെ ഏറ്റവും വലിയ സൂചനയാണ് ഇന്നലെ ഇന്നുമായിട്ടുള്ള നൈറ്റ് ഷോസും ഡേ ഷോസൊക്കെ നമുക്ക് ഹൗസ്ഫുള്ളാണ്. ഓൾമോസ്റ്റ് ഓൾ കേരള നമുക്ക് ഹൗസ്ഫുൾ ഷോസ് ഉണ്ട്. അപ്പം എന്തായാലും ഈ സന്തോഷം നിങ്ങളോടൊപ്പം പങ്കിടുന്നു. പിന്നെ വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സിൻ്റെ ഏറ്റവും സക്സസ് റേറ്റുള്ള ബാനറാണ് മലയാളത്തിൽ. അപ്പോൾ അവർ നമ്മളെ ഇങ്ങനൊരു സിനിമയുടെ ഭാഗമാക്കുകയും അല്ലെങ്കിൽ അതിൻ്റെ നിയോഗമാകാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം അറിയിക്കുന്നു. ഇന്ദ്രനീലും രാഹുലുമാണ് ഡയറക്ടേഴ്സ്, നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അവരുടെ ആദ്യത്തെ സിനിമ അവരിതിനു മുന്നേ ആരുടെ കൂടെ അസിസ്റ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം ചേച്ചിയുടെ ധൈര്യം കഴിഞ്ഞ ദിവസം ആരോ ചേച്ചിയോട് ചോദിക്കുകയും ചെയ്തു, പുതിയ സംവിധായകർ നമ്മളെപ്പോലത്തെ ഒരാൾ നടൻ, അപ്പോൾ ഒരു സിനിമ എടുക്കുന്നത് എന്ത് ധൈര്യത്തിലാണ് ചേച്ചി ഇറങ്ങി പുറപ്പെടുന്നത് ചോദ്യം വരും. അപ്പോൾ ചേച്ചി ഉത്തരം പറയേണ്ടി വരും. അപ്പോൾ ചേച്ചിയുടെ ധൈര്യം നമ്മളിവിടെ ഇതോടൊപ്പം തന്നെ നമ്മൾ എടുത്തു പറയേണ്ടതാണ്. എന്തായാലും സന്തോഷം, ഒരുപാട് സന്തോഷം. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന റിവ്യൂസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നോർമൽ ഓഡിയൻസിൻ്റെ ഒപ്പീനിയൻ ആയിക്കോട്ടെ, എല്ലാം തന്നെ അബോവ് ആവറേജിന് മുകളിൽ, അല്ലെങ്കിൽ വെരി ഗുഡ് അബോവ് ആവറേജ് എന്നുള്ളതൊക്കെ തന്നെയാണ് നമുക്ക് വന്ന് കിട്ടിയ അഭിപ്രായങ്ങളെല്ലാം തന്നെ. അപ്പം ഇന്നത്തെ കാലത്ത് ഒരു വാച്ചബിൾ അല്ലെങ്കിൽ പാസബിൾ എന്ന് പറയുന്ന സിനിമ അഭിപ്രായം വരുന്നത് വലിയ കാര്യമാണ്. അപ്പം ഇപ്പം തിയേറ്ററിൽ വരുന്ന ആൾക്കാർക്ക് എനിക്ക് വന്നു വേർഡ് ഓഫ് മൗത്തിലൂടെ വന്ന ആൾക്കാരാണ് കൂടുതലും. ഒരു 90% ആൾക്കാരും സിനിമ കണ്ട് അഭിപ്രായം കേട്ട് അറിഞ്ഞു വരുന്ന ആൾക്കാരാണ്. റിവ്യൂസ് ആയിക്കോട്ടെ, ക്രിറ്റിക്സ് ആയിക്കോട്ടെ, നമുക്ക് ഇതുവരെ വന്ന റിവ്യൂസ് എല്ലാം തന്നെ ഒരാളും തന്നെ മോശം എന്ന് പറഞ്ഞിട്ടില്ല. അത് തന്നെ വലിയ കാര്യം. അപ്പോൾ എന്തായാലും നമ്മൾ എടുത്തൊരു എഫേർട്ടിന്, അല്ലെങ്കിൽ എല്ലാവരുടെയും ഒരു ടീം എഫേർട്ടാണ്, ഒരു കളക്റ്റീവായിട്ടുള്ള എഫേർട്ടാണ്. അത് അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ ഒരുപാട് സന്തോഷം. താങ്ക് യു. ചേച്ചിക്കോട് ചിലപ്പോൾ തോന്നിയേക്കാം. എന്നെ ആദ്യം സിനിമ കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ച ഒരാളാണ് കേട്ടോ അവള്. താങ്ക് യു. തൊട്ടപ്പുറത്ത് ഐശ്വര്യ, നീയും താങ്ക് യു. അതും കഴിഞ്ഞ ദിവസം പറഞ്ഞു നരിവേട്ടക്ക് രാത്രിയാ പോയത് അല്ലേ? ഫസ്റ്റ് തൊഴിലിനേക്കാളും ഇഷ്ടം എന്നെയാണെന്ന് പറഞ്ഞു അല്ലേ? എന്താ നിനക്കറിയണ്ട അച്ഛനെ പോലെ സാമ്യം തോന്നിയോ? അല്ലല്ല, അത് മനഃപൂർവ്വം അങ്ങനെ. ഞാൻ കഴിഞ്ഞ BGMയുടെ ഒരു പരസ്യം ചെയ്തിരുന്നു, സന്ദേശത്തിന്റെ മറ്റേ നമ്മുടെ പഴയ സന്ദേശത്തിന്റെ മറ്റേ സാധനം. അപ്പൊ അന്ന് ഞാൻ അനൂപ് ഡയറക്ട് ചെയ്തത്, സത്യനങ്ങളുടെ മോൻ അനൂപ് സത്യനെ ഡയറക്ട് ചെയ്തു. അപ്പൊ അനൂപിനോട് പറഞ്ഞു ഇങ്ങനെ സെയിം കാര്യം. സാധാരണ അച്ഛന്റെ മാനേഴ്സ് കൂടുതലും, അച്ഛന്റെ ചായ ഒക്കെ കൂടുതൽ ചേട്ടനാണ് കൂടുതലുള്ളത്. അപ്പോ അനൂപിനോട് ചോദിച്ചിങ്ങനെ ചേട്ടൻ ചെയ്യുന്നതായിരിക്കില്ലേ കുറച്ചുകൂടെ കറക്റ്റ് ആയിട്ട് ഇത് ചെയ്യുക എന്നുള്ള സാധനം. പക്ഷെ അത് ചെയ്തു വന്നപ്പോ കണ്ടപ്പോ എന്നോട് സത്യനങ്ങളും അല്ലെങ്കിൽ കുറെ പേര് പറഞ്ഞു കുറച്ചുകൂടെ അതിന്റെ കുറച്ചുകൂടെ അച്ഛന്റെ കുറെ ശൈലിയൊക്കെ അതിനകത്ത് ഉണ്ടെന്ന്. അപ്പൊ എനിക്ക്
ചില കാര്യത്തിനകത്ത് ഒക്കെ തോന്നി ട്രെയിലറിലൊക്കെ ഉള്ള ആ ആടിപ്പ് എവിടെ ഉണ്ട് എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യം, അങ്ങനെ ചില സാധനം ഡയലോഗ് പറയുന്നതിനകത്തൊക്കെ എനിക്ക് കണ്ടപ്പോ ഒന്ന് രണ്ട് പേര് എന്നോട് പറയുകയും ചെയ്തു. അതിനപ്പുറം കഴിഞ്ഞ ദിവസം എന്നോട് അമ്മ വന്നിട്ട് ചോദിച്ചു, അച്ഛനും ഇതിന്റെ ഒരു പടം ഇറങ്ങിയിട്ടുണ്ടെന്ന് അറിഞ്ഞു. എന്താ സിനിമയുടെ പേര് ഞാൻ പറഞ്ഞു ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ സിനിമയുടെ ചോദ്യ ചേച്ചിന്റെ പടമാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ പുള്ളി പറഞ്ഞു ഞങ്ങളെ പോയി കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു. സാധാരണ കാരണം ഇതിനു മുന്നേ അവർ പോയിട്ടുള്ള സിനിമകൾക്കെല്ലാം തന്നെ അച്ഛനും അമ്മക്കുള്ള പേടി നിങ്ങളെയാണ് പേടി. കാരണം നിങ്ങൾ എന്തെങ്കിലും അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ സ്വന്തം മോനെ പറ്റി കുറ്റം പറയാൻ പറ്റൂലല്ലോ എന്ന് പേടിച്ചിട്ട്, അല്ലെങ്കിൽ അവരുടെ സിനിമയെ പറ്റി കുറ്റം പറയില്ല, അങ്ങനെ പേടിച്ചിട്ട് എന്റെ അമ്മ അച്ഛൻ ഈടേക്ക് സിനിമ കാണാൻ പോകാറില്ല, പ്രത്യേകിച്ച് എന്റെ സിനിമ. അപ്പൊ ഞാൻ പറഞ്ഞു ധൈര്യമായിട്ട് പോയിക്കോ, ചിത്തപ്പേരില്ല, വലിയ പ്രശ്നമില്ലാതെ പോകും. അഭിപ്രായം ചോദിച്ചാൽ നല്ലതാണെന്ന് പറഞ്ഞാൽ മതി എന്ന് ഞാൻ പറഞ്ഞില്ല. നല്ലതാണോ ഞാൻ വിശ്വസിക്കുമ്പോൾ നല്ലതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ സിനിമ കാണാൻ വരും രണ്ടുപേരും. അപ്പൊ എന്തായാലും നിങ്ങളെ പേടിച്ചിട്ട് ശ്രീനിവാസനൊക്കെ വീട്ടിൽ കുത്തിയിരിക്കുക, അഭിപ്രായം ചോദിച്ച് വിഷമിപ്പിക്കല്ലേ.